മുരാരി ചന്ദ്ര ഇല്ലേ? അയാള് എനിക്ക് അയാൾ ദുബായിനെ അറിയാം ഓൾറെഡി. കാരണം ഞങ്ങള് ദുബായിലുള്ള സമയത്ത് എനിക്ക് അയാളെ അറിയാം. എനിക്ക് അയാളെ പരിചയപ്പെടുത്തുന്നത് ഓൾറെഡി ഈ പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അന്ന് ഒരു മൂവിയുടെ കാര്യത്തിന് വേണ്ടിയാണ് അയാൾ എന്നെ അപ്രോച്ച് ചെയ്തത്. ഒരു മൂവി ഉണ്ട്, അതിലൊരു ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വിളിച്ചു. വീട്ടിലേക്കാണ് വിളിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞ് അയാൾ വെച്ച് ഞാൻ ഒറ്റയ്ക്കാണ് പോകാന്ന്. പക്ഷേ ആശ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ആഷി ഞാനും കൂടെ ആഷി ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ മൂന്നാളും കൂടെ പോയത്. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു ഇനി ഒരു വട്ടം കൂടി വരണം, എന്താണ് ഡയലോഗ് തന്നു, ഡയലോഗ് പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ആഷി എങ്ങനെ വരുന്നത്, ഒറ്റയ്ക്ക് വന്നാൽ മതി, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇപ്പോൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, ടിക്ടോക്ക് ഉണ്ടായിരുന്നു, ടിക്ടോക്ക് ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ആ രണ്ടാമത്തെ ഒരു ഇതിന് ഞാൻ പോയില്ല, അപ്പോൾ സമ്മതിച്ചില്ല പോകാനായിട്ട്. പിന്നെ പിന്നെ അതിൻ്റെ ശേഷം പിന്നെ എനിക്ക് ആ സിനിമയെ കുറിച്ച് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അയാൾ പിന്നെ ഇയാളെ ഒരു വാർത്ത പോയി 16 വയസ്സായ ഒരു കുട്ടിനെ പീഡിപ്പിച്ചു, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിനെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയത് പറയണം. അങ്ങനെ അയാളുടെ സ്വഭാവം ആൾക്കാരെ അറിയട്ടെ, ഇങ്ങനെയുള്ള സ്വഭാവം പണ്ടേ ഇയാൾ ഇങ്ങനെ സ്വഭാവമുള്ള ആളാണെന്നുള്ളത് ആൾക്കാരെ അറിയട്ടെ.